കാമസൂത്രയുടെ രചയിതാവായ പുരാതന ഭാരതത്തിലെ മഹർഷി വാത്സ്യായനൻ വിവാഹിതർ തമ്മിലുള്ള പ്രണയത്തെയും മാനസിക ശാരീരിക അടുപ്പത്തെയും മാത്രമല്ല അതിനപ്പുറമുള്ള വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ചും വിവാഹിതരായവർ തമ്മിലുള്ള രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചും അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും വിശദമായി എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ വിവാഹേതര ബന്ധങ്ങൾ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾക്കായി വിശദമായി പറഞ്ഞിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠങ്ങൾ പഠിക്കാൻ കഴിയും? വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരോടൊക്കെ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടാം? വാത്സ്യായനൻ പറഞ്ഞ പുരാതന അറിവുകളിൽ കാമസൂത്രയുടെ ഏറ്റവും വിവാദപരമായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ മുഴുവനായും കേൾക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് വേഗത്തിൽ കേൾക്കാൻ സ്കിപ്പ് ചെയ്തോ ഫോർവേഡ് ചെയ്തോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകണമെന്നില്ല. കേൾക്കാൻ സമയമില്ലാത്തവർക്ക്, അത്രയും ധൃതിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇതിലുള്ള വിവരങ്ങൾ. അത് ആവശ്യമുള്ളവർ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇത് വിവരിക്കുന്നത്. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ കാമസൂത്രയുടെ ഏറ്റവും വിവാദപരമായ വിഷയങ്ങളിലൊന്നായ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളെക്കുറിച്ച് അഥവാ വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ചുള്ള കൗതുകകരമായ അറിവുകൾ ചർച്ച ചെയ്യാം. ഓർമ്മിക്കുക, ഇത് ആധുനിക ജീവിതത്തിനുള്ള ഒരു ഉപദേശമല്ല. ഈ ചാനലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും വിവാഹേതര ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള പുരാതന നിരീക്ഷണങ്ങളാണിവ. ചരിത്രം, മനുഷ്യ മനഃശാസ്ത്രം, ബന്ധങ്ങളുടെ പരിണാമം എന്നിവ മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം. ആദ്യമായി നമുക്ക് വിവാഹേതര ബന്ധങ്ങൾക്ക് കാരണമായ സാംസ്കാരിക സന്ദർഭങ്ങൾ പരിശോധിക്കാം. പുരാതന ഭാരതത്തിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് വളരെ അപൂർവമായിരുന്നു. കുടുംബങ്ങൾ നിശ്ചയിച്ചിരുന്നതായിരുന്നു എല്ലാ വിവാഹങ്ങളും. പലപ്പോഴും വളരെ ചെറുപ്പത്തിൽ തന്നെ നടക്കും. ബുദ്ധിയും പക്വതയും എത്തുന്നതിന് മുമ്പ് തന്നെ, എന്തിനേറെ ശരീരം പോലും വളരുന്നതിന് മുമ്പേ വിവാഹം കഴിപ്പിക്കുമായിരുന്നു. അക്കാലത്ത് സ്ത്രീകൾക്ക് പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാരും സാമൂഹിക പ്രതിബദ്ധതയാൽ ബന്ധിതരായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ആഗ്രഹം സ്വാഭാവികമാണ്. അത് പലപ്പോഴും പാരമ്പര്യത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഭേദിച്ചു. വാത്സ്യായനൻ ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചില്ല. പകരം അദ്ദേഹം അത് കാമസൂത്രയിൽ രേഖപ്പെടുത്തി. എന്നാൽ സാമൂഹിക നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും വിവാഹേതര ബന്ധങ്ങൾ നിലവിലുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതിനു പകരം അദ്ദേഹം അവയെ വിശകലനം ചെയ്തു. അവ എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അവ കാരണം എന്ത് അപകടങ്ങൾ സംഭവിച്ചു എന്നിവ വിശകലനം ചെയ്തു. അക്കാലത്തെ പുരുഷന്മാർ പലപ്പോഴും രഹസ്യ ബന്ധങ്ങൾക്കായി വിവാഹിതരായ സ്ത്രീകളെ നോക്കിയിരുന്നുവെന്ന് വാത്സ്യായനൻ വിവരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് വിവാഹിതരായ സ്ത്രീകളെ തെരഞ്ഞെടുത്തു? എന്തുകൊണ്ട് അവർ ചെറുപ്പക്കാരായ സ്ത്രീകളെ തെരഞ്ഞെടുത്തില്ല? കാരണം പ്രസക്തമാണ്. അവർ ചെറുപ്പക്കാരായ യുവതികളെയായിരുന്നു വിവാഹം ചെയ്തിരുന്നത്. അത് പലപ്പോഴും ശൈശവ വിവാഹമായിരുന്നു. വളരെ ചെറുപ്പക്കാരായ യുവതികളെ അപേക്ഷിച്ച് വിവാഹിതരായ സ്ത്രീകൾ സാധാരണയായി കൂടുതൽ പക്വതയും അനുഭവവും വൈകാരിക ആഴവും ഉള്ളവരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവർ പലപ്പോഴും വാത്സല്യവും പ്രണയവുമുള്ളവരായിരുന്നു. മാത്രമല്ല, ശാരീരിക ബന്ധത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പല പുരുഷന്മാർക്കും ഈ പക്വതയുള്ള സ്ത്രീകൾ അവരെ കൂടുതൽ ആനന്ദത്തിലാക്കുന്ന നല്ലൊരു കൂട്ടാളികളാക്കി. വിവാഹിതയായ ഒരു സ്ത്രീയെ ഒരു പ്രണയബന്ധം സ്വീകരിക്കാനും വിവാഹേതര ബന്ധത്തിനും കൂടുതൽ സാധ്യതയുള്ളതാക്കുന്ന ചില സൂചനകൾ അദ്ദേഹം എഴുതി വെച്ചു. ഉദാഹരണത്തിന്, ഭർത്താവ് അവഗണിക്കുന്നതായി തോന്നിയ സ്ത്രീ, പ്രായമായ ഒരു പുരുഷനെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരിയായിരുന്ന ഒരു സ്ത്രീ, ജോലിക്കോ വ്യാപാര ആവശ്യങ്ങൾക്കോ വേണ്ടി ഭർത്താവ് അകലെ താമസിച്ചിരുന്ന ഒരു സ്ത്രീ,
വൈകാരികമായി തൃപ്തിപ്പെടാത്ത വാത്സല്യവും സംഭാഷണവും ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ. ശാരീരികമോ വൈകാരികമോ സാമൂഹികമോ ആയ അവരുടെ ആവശ്യങ്ങൾ വിവാഹത്തിനുള്ളിൽ നിറവേറ്റപ്പെടാത്തതിനാൽ അത്തരം സ്ത്രീകൾ രഹസ്യമായി വിവാഹേതര ബന്ധങ്ങൾ സ്വീകരിച്ചിരുന്നതായി വാത്സ്യായനൻ നിരീക്ഷിച്ചു. പ്രണയവിവാഹം അപൂർവമായിരുന്നതിനാലും കുടുംബങ്ങൾ നിശ്ചയിച്ചിരുന്ന നിർബന്ധിത വിവാഹങ്ങൾ ആയിരുന്നതിനാലും അക്കാലത്ത് വിവാഹേതര ബന്ധങ്ങൾ പലരും സ്വീകരിച്ചിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തി. ആ കാലഘട്ടത്തിലെ പുരുഷന്മാർ വിവാഹിതരായ സ്ത്രീകളെ സമീപിക്കാൻ ശ്രമിച്ചത് എങ്ങനെയെന്നും അദ്ദേഹം വിവരിച്ചു. രഹസ്യ സന്ദേശങ്ങളിലൂടെ, വിശ്വസ്തരായ സേവകരിലൂടെ, അല്ലെങ്കിൽ കവിതകളിലൂടെയും സമ്മാനങ്ങളിലൂടെയും പോലും ശ്രമിച്ചു. ഈ വിശദാംശങ്ങളിൽ പലതും പ്രണയപരവും മിക്കവാറും ചിന്താർഹവുമായി തോന്നാം. എന്നാൽ ഈ ബന്ധങ്ങൾ അപകടം നിറഞ്ഞതാണെന്ന് വാത്സ്യായനൻ തന്നെ മുന്നറിയിപ്പ് നൽകി. രഹസ്യം, എതിർപ്പുകൾ, പിടിക്കപ്പെടുമെന്ന നിരന്തരമായ ഭയം എന്നിവ അദ്ദേഹം ആവർത്തിച്ച് ഊന്നി പറഞ്ഞു. കാമസൂത്ര വളരെ യാഥാർത്ഥ്യബോധമുള്ളതായി മാറുന്നത് ഇവിടെയാണ്. കാര്യങ്ങൾ അപകടരഹിതമല്ലെന്ന് വാത്സ്യായനൻ വ്യക്തമായി എഴുതുന്നു. അപകട സാധ്യതകളിൽ ഇവ ഉൾപ്പെടുന്നു: പ്രശസ്തി നഷ്ടപ്പെടൽ, സാമൂഹിക അപമാനം, കുടുംബങ്ങൾ തമ്മിലുള്ള സംഘർഷം. ഭർത്താവിൽ നിന്നോ പോലീസിൽ നിന്നോ നാട്ടുകാർ സംഘടിതമായോ കായികമായി നേരിടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഓർക്കേണ്ടതുണ്ട്. അതിനാൽ ഈ കാര്യങ്ങളുടെ നിലനിൽപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും അവയെ നിരുപദ്രവകരമായ വിനോദമായി ചിത്രീകരിച്ചിട്ടില്ല. അദ്ദേഹം അവയെ മനുഷ്യപ്രകൃതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. വിവാഹേതര ബന്ധങ്ങളും അവിഹിത ബന്ധങ്ങളും ആകർഷകമാണ്, പക്ഷേ വളരെ അപകടകരവുമാണ്. ഈ വിഷയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിശദമായി വിവരിക്കുന്ന വീഡിയോകൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രണയം ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ 5 ലക്ഷണങ്ങൾ, അവിഹിതം ആഗ്രഹിക്കുന്ന സ്ത്രീയെ എങ്ങനെ തിരിച്ചറിയാം, സ്നേഹം തോന്നുമ്പോൾ സ്ത്രീയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ, വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ, ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓരോന്നിൽ നിന്നും വ്യത്യസ്തമായ അറിവുകൾ കിട്ടും. എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ പറയുന്നതിന് പരിമിതികളും തടസ്സങ്ങളുമുണ്ട്. മുഴുവൻ കാണുന്നവർക്ക് ഓരോന്നും സംയോജിപ്പിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ എക്സ്പേർട്ടാകും. ആവശ്യമുള്ളവർ അത് പോയി കാണുക. എന്തുകൊണ്ടാണ് വാത്സ്യായനൻ വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ച് എഴുതിയത്? ധർമ്മം, അർത്ഥം, മോക്ഷം എന്നിവയോടൊപ്പം ആഗ്രഹമോ കാമമോ ജീവിതത്തിൻ്റെ 4 പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആഗ്രഹത്തെ പാപമായിട്ടല്ല, മറിച്ച് സ്വാഭാവികമായിട്ടായിരുന്നു അദ്ദേഹം കണ്ടത്. എന്നിരുന്നാലും അദ്ദേഹം ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പ്രാധാന്യം നൽകി. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇതായിരുന്നു: ഡിസയർ ഈസ് റിയൽ, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഹാൻഡിൽഡ് വിത്ത് വിസ്ഡം, അതർവൈസ് ഇറ്റ് ഡിസ്ട്രോയ്സ്. ആഗ്രഹം യഥാർത്ഥമാണ്, പക്ഷേ അത് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്നു. ഈ നീതീകരിക്കപ്പെടാത്ത വിവാഹേതര ബന്ധങ്ങളോടുള്ള ആകർഷണങ്ങൾക്ക് പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചും വാത്സ്യായനൻ പരാമർശിച്ചു. തുടരുത്, നോക്കരുത്, ചെയ്യരുത് എന്നൊക്കെ പറയുന്ന നിരോധിക്കപ്പെട്ടത് ചെയ്യാനുള്ള പ്രവണത മനുഷ്യ മനസ്സിൽ പലപ്പോഴും കൂടുതൽ പ്രലോഭനം സൃഷ്ടിക്കുന്നതായി തോന്നുന്നുണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരാളുടെ സ്വന്തമാണെന്നതിനാൽ പുരുഷന്മാർക്ക് അത് നേടിയെടുക്കുന്നത് ഒരു ത്രില്ലാണ്. അത് വെല്ലുവിളിയുടെയും ആവേശത്തിൻ്റെയും പ്രതീകമായി മാറി. അതുപോലെ ചില സ്ത്രീകൾക്ക് ഒരു രഹസ്യ പ്രണയബന്ധം സൂക്ഷിക്കുന്നത് പതിവ് ദാമ്പത്യ ജീവിതത്തിൽ കാണാത്ത ഒരു സാഹസികത സൃഷ്ടിക്കുന്നു. മനുഷ്യ മനസ്സുകൾ പലപ്പോഴും എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത ഒന്നിനു വേണ്ടി കൊതിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അക്കാലത്ത് ബന്ധങ്ങൾ സാധാരണയായി നേരിട്ട് ആരംഭിച്ചിരുന്നില്ല. അവ പലപ്പോഴും ഇടനിലക്കാർ വഴിയാണ് നടത്തിയിരുന്നത്. ഒരു സ്ത്രീയോട് വളരെ അടുപ്പമുള്ള വേലക്കാരി, വിശ്വസ്തയായ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ അയൽക്കാരിയായ ഒരു സ്ത്രീ പോലും പുരുഷനും വിവാഹിതയായ സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കണ്ണിയായി പ്രവർത്തിക്കുമായിരുന്നു. സന്ദേശങ്ങൾ, രഹസ്യ കൂടിക്കാഴ്ചകൾ, അല്ലെങ്കിൽ ചെറിയ സമ്മാനങ്ങൾ എന്നിവ ഈ വിശ്വസ്തർ വഴി കൈമാറപ്പെടുമായിരുന്നു. അക്കാലത്ത് പോലും രഹസ്യബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മനുഷ്യകരങ്ങൾ എങ്ങനെ നിർണായക പങ്ക് വഹിച്ചിരുന്നതെന്ന് ഈ വിശദാംശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം വിവാഹേതര ബന്ധങ്ങളിൽ വിജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പുരുഷൻ ആരാണെന്നും അദ്ദേഹം വിവരിച്ചു. ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കാത്ത, അവളുടെ സമ്പത്തിനെക്കുറിച്ച് വേവലാതിയില്ലാത്ത, സൗമ്യതയും ബുദ്ധിശക്തിയും
അവളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള കഴിവുമാണ് പ്രധാനം. ശാരീരിക ആകർഷണം മാത്രമല്ല, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് നല്ലൊരു സുഹൃത്തായി എന്തിനും കൂടെ നിൽക്കാനും കഴിയുന്ന പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് വീണ്ടും കാലാതീതമായ സത്യത്തെ എടുത്തു കാണിക്കുന്നു. വൈകാരിക ബന്ധം ശാരീരിക ആഗ്രഹം പോലെ ശക്തമാണ്. വാത്സ്യായനൻ്റെ ഈ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരുമായെങ്കിലും വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ട ആ സ്ത്രീയുടെ മേൽ ആധിപത്യം കാണിക്കരുത്. അവളെ നിയന്ത്രിക്കാനോ വരച്ച വരയിൽ നിർത്താനോ ശ്രമിക്കരുത്. അതിന് അപ്പുറത്തൊരാളുണ്ട്. അതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് നിങ്ങളോട് അടുപ്പം സ്ഥാപിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്തായിരിക്കും? നിങ്ങളുടെ സ്നേഹവും കരുതലും, അതിലേറെ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു സൗഹൃദവുമാണ്. രസകരമെന്ന് പറയട്ടെ, വാത്സ്യായനൻ സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്നു. പുരുഷന്മാർക്ക് രഹസ്യ പ്രണയിനികൾ ഉണ്ടാകുന്നത് പലപ്പോഴും ന്യായീകരണങ്ങൾ നൽകുകയോ അഭിനന്ദിക്കുകയോ ചെയ്തിരുന്നു. എന്നാൽ പിടിക്കപ്പെട്ടാൽ സ്ത്രീകൾക്ക് കൂടുതൽ അപകട സാധ്യതകളും നാണക്കേടും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആണുങ്ങളായാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ തട്ടിയും മുട്ടിയും എന്നിരിക്കും. പെണ്ണുങ്ങൾ വേണ്ടേ അതൊക്കെ ശ്രദ്ധിക്കാൻ. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ കാരണവന്മാർ പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേടെന്ന്. ഇക്കാലത്തു മാത്രമല്ല, പുരാതന കാലത്തും ആഗ്രഹത്തിൻ്റെ കാര്യങ്ങളിൽ പോലും പുരുഷാധിപത്യം ശക്തമായിരുന്നുവെന്ന് കാണിക്കുന്നു. മനുഷ്യവികാരങ്ങൾ സാർവത്രികമാണെങ്കിലും സമൂഹം നിശ്ചയിച്ച നിയമങ്ങൾ പലപ്പോഴും പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യത്യസ്തമായി കണക്കാക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത്. വിവാഹേതര ബന്ധങ്ങളിലുള്ള ആവേശത്തിനപ്പുറം ഇതുമൂലമുണ്ടാകുന്ന പതനത്തെക്കുറിച്ചും വാത്സ്യായനൻ നിരന്തരം ഓർമ്മിപ്പിച്ചു. ചിലത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവിഹിത ബന്ധങ്ങൾ അസൂയ, ബ്ലാക്ക്മെയിൽ അല്ലെങ്കിൽ അക്രമം പോലും കൊണ്ടുവന്നേക്കാം. പെണ്ണിനു വേണ്ടി രാജ്യങ്ങൾ തമ്മിലും രാജാക്കന്മാർ തമ്മിലും യുദ്ധങ്ങൾ വരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ഒരു സ്ത്രീയുടെ അഭിമാനമോ അവളുടെ രഹസ്യ താൽപ്പര്യങ്ങളോ മുഴുവൻ രാജ്യങ്ങളെയും പിടിച്ചുലച്ചതിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ട്. ഗ്രീക്ക് പുരാണത്തിൽ പാരീസുമായുള്ള ഹെലൻ്റെ പ്രണയം ട്രോജൻ യുദ്ധത്തിന് കാരണമായി. മാർക്ക് ആൻ്റണിയോടുള്ള ക്ലിയോപാട്രയുടെ പ്രണയം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ അന്തസ്സാണ് മഹത്തായ കുരുക്ഷേത്ര യുദ്ധത്തിന് തുടക്കമിട്ടതെന്ന് കാണാം. ഇതിനെക്കുറിച്ച് ധാരാളം കഥകളും നോവലുകളും ഇറങ്ങിയിട്ടുണ്ട്. സൗന്ദര്യമോ ബന്ധങ്ങളോ രാജ്യങ്ങളെ സംഘർഷത്തിലേക്ക് നയിച്ച സ്ത്രീകളെക്കുറിച്ചും പല ജനപ്രിയ കഥകളിലും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അലാവുദ്ദീൻ ഖിൽജിയുടെയും റാണി പത്മിനിയുടെയും പ്രശസ്തമായ കഥ ഖിൽജിയുടെ കാലത്തിന് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ മാലിക് മുഹമ്മദ് ജയസിയുടെ പത്മാവതിയിൽ നിന്നാണ് വരുന്നത്. ഇത് യാഥാർത്ഥ്യത്തെക്കാൾ കവിയുടെ ഭാവനയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്നിരുന്നാലും സ്ത്രീകൾ ആഗ്രഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പ്രതീകമായി മാറിയ കഥകൾ സമൂഹം എങ്ങനെ നെയ്തു എന്ന് കാണിക്കുന്ന ഇതിഹാസം സംസ്കാരത്തിൽ ശക്തമായി തുടരുന്നു. പുരാതന കാലത്ത് മാത്രമല്ല, ഇക്കാലത്തും എതിരാളികൾ വ്യക്തിപരമായ നേട്ടത്തിനായി പ്രണയിക്കുന്നവരെ അപമാനിക്കാറുണ്ട്. ചില പുരുഷന്മാർ അവരുമായി ബന്ധത്തിലായിരുന്ന സ്ത്രീകളുടെ ഫോട്ടോകളും വീഡിയോകളും ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിച്ചു അപമാനിക്കുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ മേൽ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിക്കുന്നു. ഇത്തരം ബന്ധങ്ങളുടെ പരിണിത ഫലം ക്രൂരമായ അപമാനമാകാം. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുന്നു. അതിനാൽ ഇത്തരം അവിഹിത ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ വാളിൻ്റെ അരികിൽ നടക്കുന്നത് പോലെയാണെന്ന് വാത്സ്യായനൻ പറയുന്നു. മനുഷ്യ സ്വഭാവം എത്രമാത്രം മാറിയിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തെ ആകർഷകമാക്കുന്നത്. ഇന്നും വിവാഹേതര ബന്ധങ്ങൾ അസാധാരണമല്ല. കാരണങ്ങൾ പലതാകാം. ഒറ്റപ്പെടൽ, പരിഗണന ലഭിക്കാതിരിക്കുക, വൈകാരിക ശൂന്യത, അല്ലെങ്കിൽ ലൈംഗികതയിലുള്ള അഭിനിവേശമാകാം. സാമൂഹിക നിയമങ്ങൾ, സാങ്കേതിക വിദ്യ, അനന്തരഫലങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചിരിക്കുന്നത്. പുരാതന കാലത്തെ രഹസ്യ സന്ദേശങ്ങളിൽ നിന്നും ഡേറ്റിംഗ് ആപ്പുകളിലെ രഹസ്യ ചാറ്റുകൾ വരെ എത്തി നിൽക്കുന്നു. ഡേറ്റിംഗ് ആപ്പുകളെക്കുറിച്ചും അതുവഴിയുള്ള രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ കാണാം. കൂടാതെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വാത്സ്യായനൻ നമുക്ക് നൽകുന്നത് പിന്തുടരേണ്ട ഒരു നിർദ്ദേശമല്ല, മറിച്ച് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ ഈ ആശയങ്ങൾ ഇന്ന് നാം കേൾക്കുമ്പോൾ നമ്മൾ നിർത്തണം.
ആധുനിക സമൂഹം വിശ്വാസത്തെയും സത്യസന്ധതയെയും പരസ്പര ബഹുമാനത്തെയും വിലമതിക്കുന്നു. വിവാഹേതര ബന്ധങ്ങൾ ഹ്രസ്വകാലത്തേക്ക് ആവേശവും ആനന്ദവും സൃഷ്ടിച്ചേക്കാം, പക്ഷെ അവ പലപ്പോഴും വേദനയും വഞ്ചനയും തകർന്ന കുടുംബങ്ങളും അവശേഷിപ്പിക്കുന്നു. അതുമൂലം ദീർഘകാല ദുഃഖം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ കാമസൂത്ര പുരാതന ബന്ധങ്ങളുടെ സത്യസന്ധമായ ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ടെങ്കിലും ആ വഴികൾ നാം പിന്തുടരേണ്ടതില്ല. വിവാഹേതര ബന്ധങ്ങൾക്കായി പുറത്ത് അന്വേഷിക്കുന്നതിന് പകരം ദമ്പതികൾക്ക് വിവാഹത്തിനുള്ളിൽ സ്നേഹം, അടുപ്പം, ആശയവിനിമയം എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ അവരുടെ ബന്ധം സജീവമായി നിലനിർത്താൻ കഴിയുമെന്ന് ആധുനിക ജ്ഞാനം നമ്മോട് പറയുന്നു. വിവാഹത്തിനുള്ളിൽ പരസ്പരം വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ ബന്ധം ദുർബലമാക്കുന്നതിന് പകരം കൂടുതൽ ശക്തമാക്കുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? കാമസൂത്രയിലെ കാര്യങ്ങളുടെ ചർച്ച മനുഷ്യൻ്റെ ആഗ്രഹവും വാജ്ഞയും കാലാതീതമാണെന്ന് നമ്മെ കാണിക്കുന്നു. എന്നാൽ രഹസ്യത്തിൻ്റെയും വഞ്ചനയുടെയും വിലയും ഇത് നമുക്ക് കാണിച്ചു തരുന്നു. ആകർഷണം സ്വാഭാവികമാണെങ്കിലും സത്യസന്ധത, ബഹുമാനം, വിശ്വസ്തത എന്നിവയിൽ നിന്നാണ് യഥാർത്ഥ പൂർത്തീകരണം ലഭിക്കുന്നതെന്ന് പുരാതന ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാത്സ്യായനൻ്റെ ലോകത്തേക്കുള്ള ഇന്നത്തെ യാത്ര ചിന്താർഹമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചരിത്രത്തിൽ നിന്നും അതിനപ്പുറമുള്ള പ്രണയത്തിൻ്റെയും ബന്ധങ്ങളുടെയും കൂടുതൽ രഹസ്യങ്ങളുമായി വീണ്ടും വരാം.